ഒരു 50 years in cinema industry. 52 years. റൊമാൻസ് ആണ് സിനിമയോട്. അപ്പൊ അത് ജീവിതകാലം മുഴുവൻ ഉണ്ടാവും. 18 days ആണ്. 18 daysൽ തീർത്ത സിനിമയാണ്. 18 days. വൈശാലി ഭയങ്കര ഒരു മാർവലസ് വർക്കാണ്. ഭരതൻ മനസ്സിലുണ്ട് എനിക്ക് അറിയാം. ബർഗ്മാൻ മൂവീസ് ആണ് ബേസിക്. ബർഗ്മാന്റെ ഭയങ്കര ഫാനാണ്. അതെ, ബർഗ്മാൻ അഗ്ര കുറുസവ ഓസു. ഓക്കെ, സിനിമയിൽ നിന്ന് സാർ എടുത്തിട്ടുള്ള ഏറ്റവും വലിയ ടേക്ക് അവേ എന്താ ഈ ലോങ് ജേർണിയില്? സാറ്റിസ്ഫാക്ഷൻ, ഹാപ്പിനെസ്. ക്യൂ സ്റ്റുഡിയോയിൽ ഛായാഗ്രാഹകൻ മധു അമ്പാൻ. സ്വാഗതം സാർ. ആദ്യമേ ചോദിക്കാനുള്ളത്, സാറിന്റെ കണ്ണിലൂടെ കണ്ട പല സിനിമകളാണ് നമ്മൾ ഫൈനൽ ഔട്ട് സ്ക്രീനിൽ കാണുന്നത്. ഇപ്പൊ ഈ ഒരു ജനറേഷൻ ഇതിനൊരു ഇവല്യൂഷനിൽ നമ്മൾ ഫോണിൽ വരെ കാണുന്നത് സാറ് കണ്ട പല സിനിമകളുമാണ്. ആ വിഷ്വലിനെ ചെറിഷ് ചെയ്യുന്നുണ്ട്, സെലിബ്രേറ്റ് ചെയ്യുന്നുണ്ട്. എനിക്ക് ചോദിക്കാനുള്ളത്, സാർ ആദ്യമായിട്ട് ക്യാമറ കാണുന്നത്, അല്ലെങ്കിൽ സാർ ആദ്യമായിട്ട് ക്യാമറയിലൂടെ കാണുന്നത്, അതെന്തായിരുന്നു മൊമെന്റ്, ഫസ്റ്റ് മൊമെന്റ് ഓഫ് ഞാൻ BSc ചെയ്തതിന് മുമ്പ് അച്ഛൻ്റെ പോയിരുന്നു. അപ്പോ ബ്രേക്കിന് ദിവസം കോവളം പോയി. അപ്പൊ അച്ഛന് ഒരു ഫ്രണ്ട് ഒരു തന്നു, റോളിക്കോളാണ്. എനിക്കൊന്നും അറിയില്ലായിരുന്നു. അപ്പോ അന്നെടുത്ത് പ്രിന്റ് ചെയ്യാൻ വേണ്ടി പാലക്കാട് രത്ന സ്റ്റുഡിയോ പോയിട്ട് പാലക്കാട് ഞാൻ പഠിച്ചത്, വിക്ടോറിയയിലായിരുന്നു പഠിച്ചത്. അപ്പോൾ രത്ന സ്റ്റുഡിയോ പോയപ്പോ സുധാകരൻ പറഞ്ഞിട്ടൊരു ആളുണ്ടായിരുന്നു. അയാളത് ആദ്യം എന്റെ കാലത്ത് റെക്കഗ്നൈസ് ചെയ്തു, എൻകറേജ് ചെയ്തു. തുടങ്ങിയത് ക്യാമറ എന്നുള്ളത് നമ്മൾ നോക്കുവാണെങ്കിൽ ഒരു 50 years in cinema industry. 52 ആയി, 50 years കംപ്ലീറ്റ് ചെയ്യുന്നു. അതെല്ലാവർക്കും പോസിബിൾ ആയിട്ടുള്ള കാര്യമല്ല. ഈ 52ാമത് വർഷത്തിലും റെലവന്റ് ആയി നിൽക്കുക എന്നുള്ളതും വളരെ പ്രധാനപ്പെട്ടതാണ്. സ്റ്റിൽ യു ആർ ആക്റ്റീവ്. ഈ 5 മൂവീസ് ഞാൻ കമ്മിറ്റ് ചെയ്തിട്ടുണ്ട്. ഈ ഒരു എനർജി സ്റ്റിൽ മെയിൻറ്റെയിൻ ചെയ്യുന്നു. എന്താ ശരിക്കും സിനിമയിൽ ഹുക്ക് ചെയ്യുന്നത്, അല്ലെങ്കിൽ സിനിമയില് അറ്റാച്ച്ഡ് ആയി തന്നെ നിൽക്കാന്നുള്ളൊരു, അതിനൊരു ഫ്യൂവല് വേണമല്ലോ. എന്തായാലും ശരിക്കും സിനിമയോടൊരു ഇഷ്ടം, കണക്ഷൻ? റൊമാൻസ് ആണ് സിനിമയോട്. അപ്പൊ അത് ജീവിതകാലം മുഴുവൻ ഉണ്ടാവും. സിനിമയിൽ വർക്ക് ചെയ്യുന്നത് എനിക്ക് സമയമല്ല, ബിക്കോസ് ഐ ആം വിത്ത് മൈ ഗേൾ ഫ്രണ്ട്. എനർജി ഓട്ടോമാറ്റിക്കായിട്ട് വരും. അതൊരു എവർലാസ്റ്റിംഗ്, എവർഗ്രീൻ. ഈ എനിക്ക് ചോദിക്കാനുള്ളത്, ഇപ്പോ ഫോർ എക്സാമ്പിൾ, ഞാൻ വിഷ്വലും കൂടെ എക്സാമ്പിൾ സംസാരിക്കാൻ തോന്നുന്നു. അമരം എടുക്കുവാണെങ്കിൽ, അമരത്തിന്റെ ഷൂട്ടിംഗ് റിസ്കുകൾ നമുക്ക് പ്രാക്ടിക്കലി വിസിബിൾ ആണ്. കടലിൽ ഷൂട്ട് ചെയ്യണം, പക്ഷെ അതിൽ തന്നെ ഒരു ജിപ്സിൽ പോയി ഷൂട്ട് ചെയ്യുന്നു. രാത്രി ലൈറ്റ് ചെയ്യുന്നത് ഒരു കടപ്പുറത്ത്, അതായത് ഇവരുടെ വീടുകളുടെ ഏരിയയിൽ അവിടെ പ്രോപ്പർ ആയിട്ടുള്ള മൂൺ ലൈറ്റ് വേണം. വീട്ടിൽ നിന്നുള്ള ലൈറ്റ് സോഴ്സ് കുഞ്ഞു വിളക്കുകളായിരിക്കാം. ഈ അമരം ഷൂട്ട് ചെയ്യുന്നത് അതും ആ ടൈം എറയില് 18 daysൽ തീർത്ത സിനിമയാണ്. അതിന്റെ ഒരു വിഷ്വൽ അച്ചീവ് ചെയ്ത് ഭയങ്കര പ്രോപ്പർ പ്രീ പ്ലാനിങ് ഒക്കെ അങ്ങനെ ഉണ്ടായിരുന്നു. അതെ, ഓൾറെഡി ആർട്ടിസ്റ്റും ആണ്. അതിൽ തന്നെ ഈ കടലിൽ ഷൂട്ട് ചെയ്യുന്നത് അത് അത്ര എളുപ്പമല്ലല്ലോ. അന്ന് റിസ്ക് എലമെന്റ്സ് കൂടുതലാണല്ലോ. ക്യാമറയുണ്ട്, ക്യാമറയും ഈ പറഞ്ഞ പോലെ പൊന്നുപോലെ നോക്കണം. അത്ര റിസ്കുകൾ അച്ചീവ് ചെയ്ത് കടലിൽ ഷൂട്ട് ചെയ്ത എക്സ്പീരിയൻസ്. ആദ്യത്തെ അത് പറ്റില്ല പറഞ്ഞു ആദ്യം.
കുട്ടികളുണ്ട് റിസ്ക് അല്ലേ. സത്യം സത്യമോ. നമുക്ക് മാത്രം ചെയ്യാൻ വിരോധമില്ലാന്ന് പറഞ്ഞു, പക്ഷെ കുട്ടികളുണ്ട് റിസ്ക് എന്ന് പറഞ്ഞു, ചെയ്യാൻ പറ്റില്ല പറഞ്ഞു. പിന്നെ അത് സംസാരിച്ച് ഭരതൻ സംസാരിച്ച് കൺവിൻസ് ചെയ്യായിരുന്നു ചെയ്യാൻ. റിസ്ക് തന്നെയായിരുന്നു. അന്ന് ഈ പറഞ്ഞ എന്തൊരു ടെക്നിക്കൽ ടീം ഇത്ര എഫേർട്ട് ഇടുവാണല്ലോ ഒരു മനസ്സിൽ കണ്ട വിഷ്വൽ അച്ചീവ് ചെയ്യാനായിട്ട്. ശരിക്ക് വിഷ്വൽ എന്താ, ഇപ്പോ സാർ ഇത്രയധികം സിനിമകൾ ചെയ്യുന്നു, ഇത്രയധികം വിഷ്വൽസ് കാണുന്നു, ഈ ലാൻഡ്സ്കേപ്പിനടുക്കള ഇവല്യൂഷൻ കാണുന്നു പല കാലഘട്ടങ്ങളിലായിട്ട്, എന്തായിരിക്കും വിഷ്വലുള്ള ഒരു ഹൈ, എന്തായിരിക്കും സാറിന്റെ ഒരു വിഷ്വൽ ക്യാപ്ചർ? ഇന്റർണൽ ലാൻഡ്സ്കേപ്പ് ഈസ് മോർ ഇമ്പോർട്ടന്റ് ദാൻ എക്സ്റ്റേണൽ ലാൻഡ്സ്കേപ്പ്. ഇന്റർണൽ ലാൻഡ്സ്കേപ്പ് പറഞ്ഞാൽ ഒരാൾ ഫ്രണ്ട്സിനോട് ചിരിക്കുകയായിരിക്കും, ബട്ട് internally he may be weeping. Yes. How will you bring that out? മനസ്സിലായി. അപ്പോൾ ഈ ഇന്റർണൽ ലാൻഡ്സ്കേപ്പ് ഈസ് മോർ ഇമ്പോർട്ടൻറ്റ്. എക്സ്റ്റേണൽ ലാൻഡ്സ്കേപ്പിനെക്കാളും കൂടുതൽ ഇമ്പോർട്ടൻറ്റ് ഇന്റർണൽ. എക്സ്റ്റേണൽ ലാൻഡ്സ്കേപ്പ് ഹെൽപ്പ് ചെയ്യും അതിന് വേണ്ടിയിട്ട്, ബട്ട് ഇന്റർണൽ ലാൻഡ്സ്കേപ്പ് ഈസ് മച്ച് മോർ ഇമ്പോർട്ടൻറ്റ്. അതിൽ എനിക്ക് തോന്നുന്നു ഇന്റേണൽ ലാൻഡ്സ്കേപ്പ് പറയുമ്പോൾ ഉറപ്പായിട്ടും ഓപ്പോൾ സംസാരിക്കണം എന്ന് തോന്നുന്നു. ഓപ്പോളിൽ ഇവരുടെ ഇന്റർപേഴ്സണൽ റിലേഷൻഷിപ്പുകള്, ഇവരുടെ ഇടയിലെ ഡൈനാമിക്സ്, ഫ്രിക്ഷൻ, അത് സ്ക്രിപ്റ്റ് വണ്ടർഫുള്ളി റിട്ടൺ സ്ക്രിപ്റ്റ്. സാറിന്റെ വിഷ്വൽസും ഭയങ്കരമായിരുന്നു. ബാലങ്കേ നായർ എല്ലാ തരത്തിലും എനിക്ക് തോന്നുന്നു. നമ്മളിപ്പോ തിരിഞ്ഞു നോക്കുന്ന സമയത്തേക്ക് ഓപ്പോൾ പോലും ഇനിയിപ്പോ റിപ്ലിക്കേറ്റ് ചെയ്യാൻ പറ്റുമോ എന്നുള്ളതാണ്. ഈ സിനിമയുടെ ഇവല്യൂഷൻ എന്ന് പറയുന്ന കൂട്ടത്തില് സാറിന്റെ ഒരു സിനിമ അപ്ഡേഷൻ എങ്ങനെയാണ്? സാർ സിനിമകൾ നിരന്തരം കാണുന്ന ആളാണോ? അതിലൊരു എക്സസൈസ് പോലെ അത് കൂടെ റെഗുലറായിട്ട് ഷൂട്ടിംഗ് 2 കാണുന്നുണ്ട്. 2 സിനിമ ഹോം തിയേറ്റർ ഉണ്ട് വീട്ടില്. ഹോം തിയേറ്റർ വീട്ടിൽ 2 കാണുന്നു. എന്താ ശരിക്കും ഇപ്പോ ഈ അടുത്ത് മലയാള സിനിമ അത്രയധികം ചർച്ചയാവുന്നു, എല്ലാവരും സംസാരിക്കുന്നു. മലയാളത്തിൽ കുറവാണ്. യൂറോപ്യൻ മൂവീസ്, ജർമ്മൻ, ചെക്കോസ്ലോവാക്യൻ, സ്വീഡിഷ്. ഇപ്പൊ നമുക്ക് നോക്കുവാണെങ്കിൽ ഇപ്പൊ ഒരു സിനിമ ഇൻതൂസിയാസ്റ്റിന് അല്ലെങ്കിൽ ഒരു സിനിമാറ്റോഗ്രാഫർ ആണെന്ന് ആഗ്രഹിക്കുന്ന ഒരാൾക്ക് വിഷ്വൽ റെഫറൻസ് എന്നൊക്കെ പറഞ്ഞ് ഒരുപാട് ഓപ്ഷൻസ് ഉണ്ടല്ലോ. നമുക്ക് ഒരു വിരൽത്തുമ്പിൽ നമുക്ക് സിനിമകൾ കിട്ടുന്നുണ്ട്, വിഷ്വൽ ആക്സസ് ചെയ്യാൻ പറ്റുന്നുണ്ട്. പക്ഷെ സാറിന് ആ സമയത്ത് ഇതിലൊരു പരിമിതി ഉണ്ടല്ലോ, ഇത് കിട്ടാനായിട്ട്. ഇപ്പൊ അങ്ങനെ ആവശ്യമുണ്ടെങ്കിൽ തന്നെ മറ്റൊരു ഭാഷയിലെ സിനിമയുടെ റെഫറൻസ് കിട്ടാൻ കഷ്ടപ്പാടാണ്, അവിടെ സ്ട്രഗിൾ ഉണ്ട്. സ്റ്റിൽ അന്ന് ഒരു അതർ ലാംഗ്വേജ് മൂവി ആക്സസ് അല്ലെങ്കിൽ ഈ പറഞ്ഞ സിനിമ കാണൽ അതെങ്ങനെയായിരുന്നു പോസിബിൾ ആയിരുന്നു? ഇൻസ്റ്റിറ്റ്യൂട്ട് പഠിക്കുന്ന സമയത്ത് ഞാനൊരു 4000 അടങ്ങും കണ്ടിട്ടുണ്ടാവും. ഓ അടിപൊളി. ചില സമയത്ത് രാവിലെ സ്റ്റാർട്ട് ചെയ്ത് രാത്രി ഫുള്ളായി കണ്ടിട്ടുണ്ട്. 26-36 മണിക്കൂർ കണ്ടിട്ടുണ്ട്. അതൊരു ഭയങ്കര അത്രയും ആഗ്രഹവും ഇഷ്ടവും ഇവനെ ഗേൾ ഫ്രണ്ട് ആണല്ലോ. ഈ ഇപ്പൊ ഈ ഇന്റേണൽ ലാൻഡ്സ്കേപ്പുകൾ പറഞ്ഞ പോലെ ഒരു ആക്ടറെ വിഷ്വലൈസ് ചെയ്യുന്നു. ഒരു പക്ഷെ ഒരു ആക്ടറെ മൾട്ടിപ്പിൾ ടൈംസ് ഷൂട്ട് ചെയ്തിട്ടുണ്ടാവാം, പക്ഷെ ഓരോ സിനിമയിലും ഓരോ കഥാപാത്രം പുതിയതാണ്, അയാൾ ഡീൽ ചെയ്യുന്ന കാര്യമാണ് പുതിയതാണ്. അപ്പോഴൊക്കെ ഈ വിഷ്വലി ഇയാൾ പുതിയതാണെന്ന് ഉറപ്പുവരുത്തി കൂടെ വേണമല്ലോ, ഇയാളിൽ നിന്ന് കിട്ടുന്ന ഔട്ട് പുതിയതാണെന്നുള്ളത്. ഇപ്പോ എനിക്ക് ചോദിക്കാനുള്ളത്, മമ്മൂട്ടിയെ ഷൂട്ട് ചെയ്യുന്നത്, മമ്മൂട്ടി ആസ് ആൻ ആക്ടർ തുടക്കകാലം മുതലേ പുള്ളി അറിയുന്ന ആളാണ്, കണ്ടിട്ടുള്ള ആളാണ്. ഈ പറഞ്ഞ മാനറിസങ്ങൾ അറിയാം. അച്ചൂട്ടിയുടെ മാനറിസം അല്ലല്ലോ ഒരിക്കലും അടുത്ത സ്ഥലത്തേക്ക് റെപ്ലിക്കേറ്റ് ചെയ്യാം. വിഷ്വലൈസിങ് ഈ പറഞ്ഞ മമ്മൂട്ടി ത്രൂ യുവർ ഈ പറഞ്ഞ ലെൻസ്, അതെന്താ മൊമെന്റ് എന്താ ശരിക്കും? നമുക്ക് വെരി അസാധ്യ ആക്ടർ. ഹി ചേഞ്ചസ് ഹിംസെൽഫ്. കമ്മിറ്റ്മെന്റ് ആണത്. അതെ 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 അതെ. ഒരു എക്സ്ട്രാ ഒരു കമ്മിറ്റ്മെന്റ് ഇതിനോട് വരുന്നുണ്ട്. ഈ മമ്മൂട്ടിയുടെ എനിക്ക് ഉറപ്പായിട്ടും സാറിന്റെ എനിക്ക് ഇഷ്ടപ്പെട്ട വർക്കുള്ള ഒരു വർക്കാണ് നമ്മവർ. ടോട്ടലി അതിലൊരു ഫ്ലേവേഴ്സ് ഉണ്ട് സിനിമയുടെ. സ്റ്റിൽ വളരെ ഓർഗാനിക് ആയിട്ടുള്ള കോണ്ടന്റ് ഡിസ്കസ് ചെയ്യുന്നതാണ്. ഈ പറഞ്ഞ നമ്മൾ ഈ
കമലഹാസൻ അവതരിപ്പിക്കുന്ന കഥാപാത്രത്തിന്റെ POV-ലാണല്ലോ തുടങ്ങുന്നത്. അയാളെ ഫോളോ ചെയ്ത് അയാളുടെ പുതിയ കോളേജ്, അവരുടെ തന്നെ ക്രൈസിസുകള്. നമ്മൾ ശരിക്കും ഒരു പാക്കേജ് പടമാണല്ലോ. ഇപ്പൊ ഈ വിഷ്വലി അന്ന് ഈ കോളേജ്, ഇവരുടെ ഇടയിലുള്ള കെയോസ്, നമ്മവരുടെ ഒരു ഇനീഷ്യൽ ഐഡിയയും വിഷ്വലൈസേഷനും പ്ലാനും ഒക്കെ എങ്ങനെയായിരുന്നു? സ്റ്റോറി പറയുമ്പോൾ I got excited. And Kamalhasan is an actor who is involved in the film. Involvement of he is so much involved. അത് തന്നെ ഇപ്പോ കമലഹാസന്റെ സ്ക്രിപ്റ്റും കൂടി ആയിരുന്നല്ലോ. എനിക്ക് ചോദിക്കാം, അന്ന് ഈ പറഞ്ഞ ഇന്ററാക്ഷൻസ്, ഈ ഒരു പ്രീ ഷൂട്ടിൽ പലപ്പോഴും അന്നറിയാം സിനിമ കുറച്ച് ദിവസമാണ് ഷൂട്ട് ചെയ്യുന്നത്, പെട്ടെന്ന് പെട്ടെന്ന് സിനിമകൾ സംഭവിക്കുന്നുണ്ട്. നിങ്ങൾക്കൊരു ഇന്ററാക്ട് ചെയ്യാൻ, ഇംപ്രവൈസ് ചെയ്യാൻ അതിനൊരു സമയം പ്രീ ശരിക്കും എങ്ങനെയാന്ന് സംഭവിക്കുന്നത്? എനിക്കൊരു ഓക്കെ. he has supported me all through. അപ്പൊ ഞാൻ സ്ക്രിപ്റ്റ് എഴുതിയാലും നോവൽ എഴുതിയാലും ആദ്യം വായിക്കുന്നത് സാറായിരിക്കും. നോവൽസ് എഴുതിയിട്ടുണ്ട്, 2 നോവൽ ഫിനിഷ് ചെയ്തിട്ടുണ്ട്. അറിയപ്പെടാത്ത ഒരു ആസ്പെക്ട് ഉണ്ട് റൈറ്റർ. പലർക്കും അറിയത്തില്ല. ഇല്ല, പബ്ലിഷ് ചെയ്യണം, ഇക്കൊല്ലം ചെയ്യണമെന്ന് ആലോചിക്കുന്നു. ഗ്രേറ്റ്. ഈ ഏറ്റവും പുതിയ റിലീസായിട്ട് പിൻവാതിലാണ് വരുന്നത്. ഇതിൽ ഈ പറഞ്ഞ പോലെ നിങ്ങളുടെ എല്ലാവരും ഒരു സമയത്ത് ഒരുമിച്ച് യാത്ര ചെയ്ത നിങ്ങളെല്ലാവരും തിരിച്ചു വരുന്നു. ജോർജിയയിലെ എന്റെ റിലേഷൻഷിപ്പ് 50 വർഷത്തെ റിലേഷൻഷിപ്പ്. ഓക്കെ. ഈ കരിയറിന്റെ പ്രായം തന്നെ നിങ്ങളുടെ റിലേഷൻഷിപ്പിലുണ്ട്. എന്താ പിൻവാതിൽ ശരിക്കും എന്താ? പിൻവാതിൽ പൊളിറ്റിക്കൽ സാറ്റയർ. ഓക്കെ. പൊളിറ്റിക്കൽ സാറ്റയർ എന്ന് പറഞ്ഞാൽ ഇൻഡയറക്റ്റ് ആണ്, ഡയറക്റ്റ് അല്ല. കാർട്ടൂൺ, റിയലിസ്റ്റിക് അല്ല, എക്സാജറേറ്റഡ് സിറ്റുവേഷൻസ് ആണ്. കുറച്ചുകൂടെ കാരിക്കേച്ചർ സ്വഭാവം. ഈ പിൻവാതിലാണേലും പുതിയ കാലത്ത് പുതിയ സിനിമയാണല്ലോ വരുന്നത്. അതിൽ ഈ പറഞ്ഞ അപ്ഡേറ്റഡ് മധുവമ്പാട്ട്, അപ്ഡേറ്റഡ് ക്രൂ, അതിൽ ഒരു എഫേർട്ട് പുതിയതുണ്ടോ? അപ്ഡേഷൻ എപ്പോഴും ഞാൻ അപ്ഡേറ്റ് ചെയ്യാൻ നോക്കുന്ന ആളാണ്. ടെക്നോളജി ആയാലും എല്ലാം അപ്ഡേറ്റ് ചെയ്യാൻ നോക്കുന്നതാണ്. എത്ര ലേറ്റ് ആയിട്ട് റൂമിലെത്തിയാലും ഒരു ഹാഫ് ആൻ അവർ വായിക്കുന്നു. ഷൂട്ടിംഗ് കഴിഞ്ഞ് റൂമിലെത്തിയാൽ ഉറങ്ങുന്നതിന് മുമ്പ് ഒരു ഹാഫ് ആൻ അവർ എങ്കിലും വായിക്കും, അല്ലെങ്കിൽ ഔട്ട്ഡേറ്റഡ് ആയി പോകും. നമ്മളിതിൽ ഉണ്ടാകണം. മനസ്സിലായി. എനിക്ക് ചോദിക്കാനുള്ളതേ, സാർ അപ്ഡേഷനെ പറ്റി പറയുമ്പോഴും കാരണം ഹോം തിയേറ്ററിൽ സിനിമ കാണുന്നത്, ഈ സിനിമ ഗേൾ ഫ്രണ്ട് ആണ്, ഇതൊക്കെ പറയുമ്പോൾ എനിക്ക് ചോദിക്കാനുള്ളത്, സാറിനെ ഭയങ്കര ഹുക്ക് ചെയ്തൊരു വിഷ്വൽ ഉണ്ടാവുമായിരിക്കുമല്ലോ. ചിലപ്പോൾ സിനിമാറ്റോഗ്രഫി ചൂസ് ചെയ്യണം. ഉറപ്പായിട്ടും ഫാദറിന്റെ ഇൻഫ്ലുവൻസ് എന്റെ ലൈഫില് ഈ പറഞ്ഞ ക്യാമറ, ഫോട്ടോഗ്രാഫി, ഇതെല്ലാം ഉണ്ടെങ്കിൽ കൂടി സിനിമയുടെ വിഷ്വൽ, ഈ മൂവിങ് വിഷ്വലില് ഒരു ഹൈ കിട്ടുന്നത്, ഒരു ഹുക്ക് കിട്ടുന്നത് ആ ഏത് വിഷ്വലായിരിക്കും, ഏത് സിനിമയായിരിക്കും, അങ്ങനെ റീകളക്ട് ചെയ്യാൻ പറ്റുന്ന? 250 മൂവീസ് 1-2 പറയാൻ പറ്റും, പിക്കപ്പ് ചെയ്യാൻ പറ്റാത്തതാണ്. അഞ്ജലി ഈസ് വൺ ഓഫ് ദം, അമരം ഈസ് വൺ ഓഫ് ദം. പറയുന്നത് സലീം അഹമ്മദ്, ലെനിൻ രാജേന്ദ്രൻ, നല്ല രസമുള്ള കോംബോ. ഈ പറഞ്ഞ എനിക്കിപ്പം തോന്നിയിട്ടുണ്ട് ആദാമിന്റെ മകൻ അബുവിന്റെ വിഷ്വൽ ഭയങ്കര ലൈഫുള്ളായി തോന്നിയിട്ടുണ്ട്. നമ്മൾ ഉറപ്പായി അതിൽ ഈ സാറ് പറഞ്ഞ ഇന്റേണൽ ലാൻഡ്സ്കേപ്പ് രസമായിട്ട് കൺവേ ആയിട്ടുണ്ട്. സാറിനെ എക്സൈറ്റ് ചെയ്യിപ്പിച്ച മറ്റു വർക്കുകൾ ഉണ്ടാവില്ല? ഇപ്പൊ പറഞ്ഞ ഒരു സാർ ആദ്യം കാണുന്ന സിനിമകളിലായിരിക്കാം ബർഗ്മാന്റെ ഭയങ്കര ഫാനാണ്. ഓക്കെ. അവരെല്ലാണ് സാർ അവരുടെ ഫാൻ ബോയാണ്. ഈ മേക്കേഴ്സിനെ പറ്റി പറയുമ്പോൾ എനിക്ക് തോന്നുന്നു ഇപ്പൊ അഞ്ജലി പറയുകയാണെങ്കിൽ ഇപ്പൊ മണിരത്നം അവിടെയുണ്ട്, അതല്ലെങ്കിൽ അമരത്തിലൊരു ഭരതനുണ്ട്. ഭരതൻ ഈ പറഞ്ഞ സൗഹൃദം കൂടെ ഉണ്ടായിരുന്നു നിങ്ങളുടെ. ഈ കമ്മ്യൂണിക്കേറ്റിംഗ് വിത്ത് മേക്കേഴ്സ്, കോ എക്സിസ്റ്റിംഗ് ഇൻ എ ലൊക്കേഷൻ, അതിലൊരു ക്രിയേറ്റീവ് സ്പേസ്, നിങ്ങൾ ചിലപ്പോ വഴക്കുണ്ടായെന്ന് വരാം, അതിൽ ഈ പറഞ്ഞ സൊല്യൂഷൻ. ഓക്കെ. എങ്ങനെ ശരിക്കും ഒരു കോ എക്സിസ്റ്റിംഗ് വിത്ത് മണിരത്നം ആൻഡ് ഭരതൻ? എനിക്ക് നല്ല സെൻസിബിൾ വിഷ്വൽസ്
ഇമ്പോർട്ടൻസ് ആണ്. ചിലപ്പോ ആംഗിൾസ് പറയുമ്പോൾ അത് ഫോട്ടോഗ്രാഫിക്ക് ശരിയാവില്ലെങ്കിൽ ഐ യൂസ് ടു ടെൽ യു ചേഞ്ച് ലൈഫ് ശ്രദ്ധിക്കുന്ന ആൾക്കാരാണ്. മനസ്സിലായി. ഭരതനാണെങ്കിൽ അതിനായിട്ട് സംസാരിക്കേണ്ട ആവശ്യമില്ല. ഇല്ല, ഭരതൻ മനസ്സിലാക്കേണ്ട എനിക്ക് അറിയാം. അറിയാം. അതുപോലെ അല്ല, ഇപ്പൊ ഭരതൻ സാറിനായിട്ട് പറഞ്ഞതുകൊണ്ട് വൈശാലി ഭയങ്കര ഒരു മാർവലസ് വർക്കാണ്. അതൊരു പീരിയഡ് ആണ് നിങ്ങൾ റീക്രിയേറ്റ് ചെയ്യുന്നത്. ഒരു എറ നോട്ട് നോൺ ടു അസ്, അത് നിങ്ങൾ റീസെറ്റ് ചെയ്തെടുക്കുവാണ്. വരൾച്ച, എല്ലാ തരത്തിലും ഓരോ ഫ്രെയിമിലും അതിന് ലൈഫ് കാണുന്നുണ്ടായിരുന്നു. ഇപ്പൊ തുടക്കത്തിലെ ഈ ടൈറ്റിൽ ക്രെഡിറ്റ്സിലെ വിഷ്വൽസ്, ഈ വൾച്ചർ വന്നിരിക്കുന്നത്, സ്കെൽട്ടൺ, ആ നാട് എന്താണെന്നുള്ളത് ഈസിലി കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത്. വൈശാലി ശരിക്കും ഇപ്പൊ റീകളക്ട് ചെയ്യുന്നത് എങ്ങനെയാ? റെസ്റ്റോറന്റ് വർക്കാണ്. പക്ഷെ അതിന് എന്തൊക്കെയോ ഇഷ്യൂസ് ഉണ്ട്. അമരൻ റിസ്റ്റോർ ചെയ്തല്ലോ. അതെ. അപ്പൊ ഇതും ശ്രമിച്ചിരുന്നു ഞങ്ങൾ. രാമേന്ദ്രന്റെ മിസ്സിസ് സമ്മതിക്കുന്നില്ല. എന്താ റീസൺ എന്ന് അറിയില്ല. റിസ്റ്റോറി ഉണ്ടാവുന്നുള്ളത്. ഞാനും ഡോക്ടറോട് സംസാരിച്ചു നോക്കി. അമ്മ സമ്മതിക്കുന്നില്ല. എന്താ അറിയില്ല. വൈശാലി ഞാൻ ചോദിക്കാൻ കാരണം വെച്ച് കഴിഞ്ഞാൽ ഇപ്പൊ പല സിനിമകൾക്കും ഒരു പ്രോപ്പർ സ്റ്റോറി ബോർഡിലാണ് ഇവരുടെ പ്രീ പ്രൊഡക്ഷൻ മുതൽ ഒരു 6 മാസത്തെ പ്രീ പ്രൊഡക്ഷൻ, അതിൽ ഫുൾ ഷോട്ടുകളുടെ സ്റ്റോറി ബോർഡ്, അതിനെ വിഷ്വലായിട്ട് അച്ചീവ് ചെയ്യാനുള്ള ശ്രമങ്ങള്. ഈ പറഞ്ഞ വൈശാലിയുടെ ഓരോ ഫ്രെയിമും നിങ്ങൾ സെറ്റ് ചെയ്യുന്നത് പെയിന്റിങ് പോലെയാണ്. അതിന്റെ ഒരു എവർഗ്രീൻ ബ്യൂട്ടി ഉണ്ട്, പെയിൻ ഉണ്ട് ഫ്രെയിമില്. ഈ വിഷ്വൽ ഡിസൈൻ ഓഫ് വൈശാലി സ്റ്റോറി ബോർഡൊന്നും ഇല്ലായിരുന്നു വൈശാലി. അപ്പൊ ഞാൻ എല്ലോ ഷെഡ്യൂളുണ്ട് വിൻസെന്റ് വാൻഗോഗിന്റെ എന്റെ പറയുമ്പോ ഹി ഇമ്മീഡിയറ്റ്ലി അണ്ടർസ്റ്റുഡ് വാട്ട് ഐ ഹാവ്. അപ്പോ ആദ്യത്തെ പോർഷനില് ഗ്രീനും ബ്ലൂവും അവോയ്ഡ് ചെയ്തു കംപ്ലീറ്റ് ആയിട്ട്. ടോട്ടല് വാം കളേഴ്സ് മാത്രമേ യൂസ്. അതായിട്ട് ഫോറസ്റ്റിൽ വരുമ്പോഴും ആദ്യം ഗ്രീനും കാരണം ഈ നാട്ടുകാർക്ക് കുറെ ഇത്രയും കളേഴ്സ് ഇല്ലല്ലോ അവരുടെ ലൈഫില്. സ്റ്റാൻഡിങ് അപ്പൊ പച്ച കാണുമ്പോ ആദ്യം സൈക്കോളജിക്കലി പച്ചയും കഴിയുമ്പോഴേക്കും അത് കഴിഞ്ഞ് പച്ച കാണുമ്പോ സ്റ്റാൻഡിങ് ഓവേഷൻ. ഈ പറഞ്ഞ പോലെ കൃഷ്ണമൂർത്തി അതായിട്ടോ. കൃഷ്ണമൂർത്തി ഓൾസോ അണ്ടർസ്റ്റുഡ്. കൃഷ്ണമൂർത്തി ഈ വൈശാലിക്ക് അന്ന് തിയേറ്ററിൽ കാണുന്ന മൊമെന്റ് ഓർമ്മയുണ്ടോ? വിത്ത് ക്രൗഡ് ഓഡിയൻസ് അങ്ങനെ കാണാറുണ്ടോ സിനിമകള്? ഇല്ല, ആ സമയത്ത് ഞാൻ ചെന്നൈയിലായിരുന്നു. വൈശാലി റിലീസ് ആകുമ്പോ അങ്ങനെ സിനിമകൾ കാണാറുണ്ടോ? സ്വന്തം സിനിമകൾ ക്രൗഡിന്റെ ഒപ്പം? അഞ്ജലി കണ്ടിട്ടുണ്ട്. പല ഫിലിം അബു കണ്ടിട്ടുണ്ട്. എനിക്കതിൽ ചോദിക്കാനുള്ളത് ഇപ്പൊ ഈ അഞ്ചലിക പറയുമ്പോ അമരം പറയുമ്പോഴാണെങ്കിലും ഇമോഷൻസ് ടെക്സ്റ്റിലുണ്ട്. ഇമോഷണലി പറഞ്ഞ പോലെ ക്യാരക്ടേഴ്സ് പെർഫോം ചെയ്യുന്നുണ്ട്. ആ സമയത്ത് ഒരു ഈ പറഞ്ഞൊരു സിനിമാറ്റോഗ്രാഫർ ലൈക്ക് ഹൗ ഇമോഷണൽ ആർ യു? അതായത് സാർ അത്ര ഇമോഷണൽ ആയ ഒരു മനുഷ്യനാണ്. നമ്മള് ഇമോഷണൽ ആവേണ്ട ആവശ്യമില്ല. ഇമോഷൻസ് കമ്മ്യൂണിക്കേറ്റ് ചെയ്യണം, വിഷ്വലി കമ്മ്യൂണിക്കേറ്റ് ചെയ്യണം. ഞാനത് ചോദിച്ചത് ഇപ്പോ ഒരു ഷോർട്ട് അല്ലെങ്കിൽ ഒരു പെർട്ടിക്കുലർ സീക്വൻസിന്റെ ഒരു ബ്രീഫ് കിട്ടുന്ന സമയത്തേക്ക് ഇതിൽ ഒരു ഇമോഷണൽ ഡ്രാമയാണ് നടക്കുന്നതെങ്കിൽ അല്ലെങ്കിൽ ഒരു നല്ല രസമുള്ള ഒരു ഇമോഷണൽ എക്സ്ചേഞ്ച് ആണ് നടക്കുന്നതെങ്കിൽ അത് വിഷ്വലി കൺസ്യൂം ചെയ്യുന്ന സമയത്തേക്ക് മധു അമ്പാട്ടിന്റെ ഉള്ളിലെ ഇമോഷണൽ ലെയർ അവിടെ വർക്ക് ആവുന്നുണ്ടോ ഒരു ഷോർട്ട് പ്ലാൻ ചെയ്യുമ്പോൾ? ഉണ്ടാവും, അൺഇന്റൻഷനലി സംഭവിച്ചത്.
ഇന്റൻഷനലി ഇല്ല. ഇത്രയും സംസാരിച്ചു. എനിക്ക് അവസാനമായിട്ട് ചോദിക്കാനുള്ളത്, ഈ പറഞ്ഞ ഇത്രയും ലോങ് കരിയർ, വളരെ ഐക്കോണിക് ആയിട്ടുള്ള സിനിമകള്, ഐക്കോണിക് ആയിട്ടുള്ള കൊളാബറേഷൻസ്, ഇതൊക്കെ സംഭവിച്ചു. സാറിന്റെ ഏറ്റവും വലിയ ടേക്ക് അവേ എന്ന് പറയാൻ പറ്റുന്നത്, സിനിമയിൽ നിന്ന് സാർ എടുത്തിട്ടുള്ള ഏറ്റവും വലിയ ടേക്ക് അവേ എന്താ ഈ ലോങ് ജേണിയിൽ? സാറ്റിസ്ഫാക്ഷൻ, ഹാപ്പിനെസ്, ഹാപ്പിനെസ് ആൻഡ് സാറ്റിസ്ഫാക്ഷൻ. അതിലെന്നും ചെറിഷ് ചെയ്യുന്നു. IIT കിട്ടിയിരുന്നു എനിക്ക്. ഇൻസ്റ്റിറ്റ്യൂട്ട് അപ്ലൈ ചെയ്തപ്പോ IIT കിട്ടിയിരുന്നു. 23ാമത്തെ റാങ്ക് ആയിരുന്നു ഓൾ ഇന്ത്യ ലെവലിൽ. ബട്ട് FTA പോയി. അത് പക്ഷെ ലൈഫ് ടേണിംഗ് മൊമെന്റ് ആയിരുന്നു. നമ്മളിപ്പോ ഇന്ന് സംസാരിക്കുമ്പോൾ പോലും ആ ഒറ്റ ചോയ്സിലാണല്ലോ ഇതെല്ലാം വേറെന്ത് വലിയൊരു കരിയർ തുടങ്ങുന്നത്. സാർ, ഒരുപാട് സന്തോഷം. ഈ പറഞ്ഞ പോലെ ഇത്രയും സംസാരിച്ചതിന് നമ്മൾ ഭയങ്കര ഓണേർഡ് ആണ്. സാറിന്റെ സിനിമകൾ കണ്ടു തന്നെയാണ് വളർന്നത്. സിനിമകളുള്ള പാഷനില് വിഷ്വൽ ബുക്ക് ചെയ്തൊരു സാറിന്റെ വിഷ്വലുകളുണ്ട്. താങ്ക് യു സോ മച്ച്. സാർ ഈ പറഞ്ഞ പോലെ സാറിന്റെ ഹാപ്പിനെസ്സും സാറ്റിസ്ഫാക്ഷനും ഇനിയും തുടരട്ടെ.